സ്വകാര്യ ആശുപത്രികളിലും ഗവൺമെന്റ് ആശുപത്രികളിലും ചികിത്സാ പിഴവ് കൂടിക്കൂടി വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമം അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ടതായി നടിക്കുന്നില്ല. കേരളം നമ്പർ 1 തന്നെയാണ്, പക്ഷെ ചികിത്സാ പിഴവിന്റെ കാര്യത്തിലാണെന്ന് മാത്രം. സ്വകാര്യ ആശുപത്രികളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായാൽ, ചികിത്സാ പിഴവ് കണ്ടെത്തിയാൽ, മരണപ്പെട്ടു പോയാൽ ആ രോഗിയുടെ കുടുംബത്തെ ഒരു സമാധാന വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പോലും ആരോഗ്യ വകുപ്പോ ആരോഗ്യ മന്ത്രിയോ ഇല്ല. ഗവൺമെന്റ് ആശുപത്രികളിലാണ് ഒരു രോഗി മരിച്ചതായി എങ്കിൽ വാർത്തകൾ വരും, സമരങ്ങൾ ഉണ്ടാകും. അന്വേഷണത്തിന് സർക്കാർ പെട്ടെന്ന് തന്നെ ഉത്തരവിടുകയും ചെയ്യും. ഇനി മെഡിക്കൽ ബോർഡിന്റെ ചികിത്സാ പിഴവ് കണ്ടെത്തുകയാണെങ്കിൽ പിന്നീട് അന്വേഷണം പതുക്കെ ആവുകയും ചെയ്യും. അത്തരത്തിൽ ഒരു സംഭവമാണ് കൊട്ടാരക്കരയിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരായ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ട കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ സ്വദേശിയായ മാത്യു ജോണിന്റെ കേസിൽ നടപടികൾ ഒന്നും തന്നെ ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ അന്വേഷണം ഹൈക്കോടതിയിലേക്ക് സമീപിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് BR ആളൂരാണ് മാത്യു ജോണിന്റെ മരണത്തിനിരയായ ചികിത്സാ പിഴവ് കേസ് ഏറ്റെടുത്ത് ഹൈക്കോടതിയിൽ വാദിക്കുന്നത്. ഇതുവരെ പ്രതികൾക്ക് വേണ്ടി മാത്രം വാദിച്ചിരുന്ന വക്കീൽ എന്ന കുപ്രസിദ്ധി ആർജിച്ച ആളൂർ ഇരകൾക്ക് നീതി നേടിക്കൊടുക്കാനും കോടതിയിൽ ഹാജരാകുമെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ കേസ്. 2024 മെയ് 5-ാം തീയതിയാണ് ഉദര സംബന്ധമായ അസുഖത്തെ തുടർന്ന് മാത്യു ജോണിനെ കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ സ്വകാര്യ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചികിത്സാ പിഴവ് മൂലം അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ചികിത്സയിലിരിക്കെ 2024 മെയ് 23-ാം തീയതി മരണപ്പെടുകയും ചെയ്തു. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് മാത്യു ജോണിന്റെ രോഗം മൂർച്ഛിക്കുകയും മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വരികയും ചെയ്തത് എന്നാണ് തുടക്കം മുതൽ തന്നെ കുടുംബം ആരോപിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കി മാത്യു ജോണിന്റെ കുടുംബം നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ആശുപത്രിക്കാർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്റെ പിതാവിന്റെ മരണത്തിന് കാരണക്കാരായ ആശുപത്രിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മരണപ്പെട്ട മാത്യു ജോണിന്റെ മകൻ സുനിൽ മാത്യു വ്യക്തമാക്കിയിരിക്കുന്നത്. ആശുപത്രി പണം വാഗ്ദാനം ചെയ്തുവെന്നും എന്നാൽ പൈസയ്ക്ക് വേണ്ടി തന്റെ പിതാവിനെ ബലി കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് സുനിൽ മാത്യു ഉള്ളത്.